എല്ലാവർക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ എന്താ വന്നതെന്നറിയോ? ഇതിനു മുമ്പേ വരണമെന്ന് വിചാരിച്ചതാ. പക്ഷെ എനിക്കെന്തോ എന്തോ ഒരു പറയാനൊരു എന്താ പറയുക, മനസ്സും കൂടി വേണ്ടേ നമുക്കിങ്ങനെ പറയുമ്പോൾ പറയാൻ. ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന സംഗീത സാഗരത്തെ നമുക്ക് നഷ്ടമായി എന്ന് പറഞ്ഞാൽ അവൻ്റെ ശബ്ദങ്ങളൊന്നും നഷ്ടമായിട്ടില്ല, പക്ഷെ അവൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ നിന്ന് നഷ്ടമായി. അത് എല്ലാ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരും യഥാർത്ഥമായ മനുഷ്യരെ ഇഷ്ടപ്പെടുന്നവർക്കും അതൊരു ദുഃഖം തന്നെയാണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ. ഇത്രയും സിംപ്ലിസിറ്റി ആയിട്ട്, ഇത്രയും സിമ്പിളായിട്ട്, ഇത്രയും ഡിവോഷണലായിട്ട് ഒരാളിനെ കാണുമ്പോൾ തന്നെ നമുക്ക് തൊഴുകാൻ തോന്നുക അല്ലേ, കൈയെടുത്ത് തൊഴുകാൻ തോന്നുക, അല്ലെങ്കിൽ ആ പാദങ്ങളൊന്ന് തൊട്ട് വന്ദിക്കണമെന്ന് തോന്നുക. അങ്ങനെ തോന്നുന്ന ഒരു ദൈവ ചൈതന്യമാണ് ജാനകി അമ്മ അല്ലേ. ആ ജാനകി അമ്മ എന്നുള്ള പേര് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മമ്മയുടെ ഓർമ്മയും കൂടി വരും കേട്ടോ. എൻ്റെ അമ്മയുടെ പേര് ജാനകി എന്നാണ്. അത് എനിക്ക് ചെറുപ്പം തൊട്ടേ ജാനകി അമ്മയുടെ ഗാനങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കേൾക്കാറും അതാണ്. എന്താ പറയുക, അതിൽ താരാട്ടുപാട്ട്, വിരഹഗാനം, ദുഃഖഗാനം, പ്രേമഗാനം, ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് അവർ ഒരുപാട് ആരാധനയാണ്. ചെറുപ്പം തൊട്ടേ എല്ലാവരും പറയും, ഇവർക്ക് ജാനകിയമ്മയുടെ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് എൻ്റെ കൂട്ടുകാരികളടക്കം പറയാറുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഏത് പാട്ട് ഞാൻ ഇങ്ങനെ മൂളിപ്പാടുമ്പോഴും അതിലും ജാനകിയമ്മയുടെ പാട്ടായിരിക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആളാണ് ജാനകിയമ്മ. സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് നമ്മൾ ടി വിയിലോ വാർത്തയിലൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആരോ നമ്മളിൽ നിന്ന് അകന്നു പോയ പോലെ ഒരു തോന്നലല്ലേ. അതെ, സത്യം. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ നേരിട്ട് കണ്ടിട്ടില്ല, അവരോട് നേരിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല, ഒന്ന് അകലേത് പോലും കാണാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ വല്ല മാഗസിനുകളിലോ അല്ലെങ്കിൽ ഇപ്പം ടി വി മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവരെ ഇടയ്ക്കൊന്ന് കാണാം. പക്ഷെ പലപ്പോഴും അമ്മ ഓർത്തിട്ടില്ലേ എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് കാണണം, എന്തെങ്കിലും തൊട്ട് വന്നിക്കണമെന്ന് ഞാൻ രണ്ടുപേരെ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് ജാനകി അമ്മ, ഒന്ന് നമ്മുടെ അഭിമാനം, നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ. അത് ഒരുപാട് ആഗ്രഹമാണ് എനിക്ക്. ആളെ നേരിട്ടൊന്ന് കാണണം, ആളുടെ കാല് തൊട്ടൊന്ന് വന്ദിക്കണം. പക്ഷെ അമ്മയ്ക്ക് ഒരു ഭഗവാനെ ആരാധിക്കണ പോലെയാണ് ഞാൻ അവരെ എൻ്റെ മനസ്സിൽ. അല്ലെങ്കിലും അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സംഗീതം പാടുന്ന വ്യക്തികൾ സരസ്വതിയെ ധ്യാനിക്കണം. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഒരു ദൈവ സാന്നിധ്യമുള്ള വ്യക്തികളായിട്ട് തോന്നിയിട്ടില്ലേ? ഒരുപാട് അഹങ്കരിക്കുന്ന ഒരു ഗായകന്മാരൊക്കെ വളരെ കുറവല്ലേ? ഇല്ല എന്നല്ല, വളരെ കുറവല്ലേ? അവരെന്നും പാട്ട് പാടാൻ ഒരാൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ ആ പാട്ടിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനസ്സുണ്ടാവണം പാടണമെങ്കിൽ അല്ലേ. അപ്പോൾ ഈ പാട്ട് സംഗീതത്തിൽ ലയിച്ചു പോയ ഓരോ വ്യക്തികളും ഒരു നല്ല ഹൃദയത്തിൻ്റെ ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കും എനിക്ക് തോന്നുന്നു. അതെ അതെ, സത്യമാണ്. പിന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ദാസേട്ടൻ, പക്ഷെ എൻ്റെ മകന് കാണാൻ പറ്റിയിട്ടുണ്ട്. വിനോദിന് ദുബായിൽ വെച്ചിട്ട് അവൻ ദാസേട്ടൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ടുണ്ട്, ദാസേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ആ ഫോട്ടോ ഞാൻ എപ്പോഴും എന്തായാലും അമ്മയ്ക്ക് സാധിക്കാൻ പറ്റുന്നത് മകന് സാധിച്ചല്ലോ. സാധിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും കണ്ടുമുട്ടാൻ പറ്റിയാൽ, ഭാഗ്യം ഉണ്ടെങ്കിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ എന്തെങ്കിലും ഒന്ന് കാണാനെങ്കിലും പറ്റും. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം അമ്മയോട് ചോദിച്ചാലും, അമ്മയുടെ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാലും, അമ്മേനെക്കാളും മുതിർന്ന ആൾക്കാരോടും ചെറിയ ആൾക്കാരോടും കുട്ടികളൊക്കെ ചോദിച്ചാലും, പെൺകുട്ടികൾ, അമ്മമാർ, ഇവരൊക്കെ പറയുന്നൊരു പേരുണ്ട്. നിങ്ങൾക്ക് ഏത് ദൈവത്തെയാണ് ഇഷ്ടം ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയണത്, പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ഗുരുവായൂരപ്പൻ, കൃഷ്ണൻ അല്ലേ, അങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്നാലും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എനിക്ക് വേണമെന്നുള്ളൊരു തോന്നലുണ്ടാവും. ഭഗവാൻ ഒരു പരീക്ഷണം നൽകിയ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുകയല്ല, നഷ്ടപ്പെട്ട വിധിയാണ്, നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാൻ ഒരുപാട് നമ്മൾ കുറ്റം പറയും. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാണ്ടിരുന്ന ഭഗവാനെ നിന്നെ എത്ര പ്രവർത്തിച്ചിട്ട് നീ അത് നടത്തി, അങ്ങനെ നമ്മൾ പറയും. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ജാനകി അമ്മയുടെ എല്ലാമായിരുന്ന ഒരു മകനെ വിധി തട്ടിപ്പറിച്ചിട്ട് പോലും ജാനകി അമ്മ എന്താ പറഞ്ഞെന്നറിയാം അമ്മയ്ക്ക്? അതൊക്കെ ഭഗവാന്റെ ലീലകൾ, ഇതൊക്കെ ശ്രീകൃഷ്ണൻ്റെ ലീലയാണ്. എന്തൊക്കെയാണോ ശ്രീകൃഷ്ണൻ്റെ മനസ്സിലുള്ള ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ശക്തിയെ, ആ ഭക്തിയെ ഒന്നും കൂടി മുറുക്കി പിടിച്ചു. അതല്ലേ യഥാർത്ഥ ഭക്തർ. ഒരിക്കലും ഭഗവാനോട് പരാതി പറഞ്ഞില്ല അവര്. അത് ഭഗവാന്റെ ലീലയാണ്, ഭഗവാൻ നിശ്ചയിച്ചു തന്നെ നടക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനോടുള്ള ഭക്തിയോട് ഉപേക്ഷിച്ചില്ല, ഭക്തിയോടെ ഭഗവാനെ പഴി പറഞ്ഞില്ല. അങ്ങനെയൊക്കെ നല്ല ഈ ലോകത്ത് എന്തൊക്കെയോ നേടാൻ സാധിക്കും, എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ സാധിക്കും. അവർ വെട്ടിപ്പിടിച്ചത് എന്താണ്? ജനഹൃദയങ്ങളിൽ നമ്മുടെ മനസ്സുകളെ. എനിക്കൊക്കെ ഭക്തിയിൽ മുഴുകി നിൽക്കുന്ന ഒരാൾക്കാരെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്, നമ്മൾ ആശ്രമങ്ങളിലൊക്കെ പോകുമ്പോൾ സന്യാസിമാരൊക്കെ കാണാൻ പറ്റും, സ്വാഭാവികം. പക്ഷേ ഒരു സംഗീതം, ഒരു പാട്ടിലൂടെ നമ്മൾ കണ്ട ഒരു സന്യാസി ജീവിതം പോലെ അല്ലേ,
അത്രയും എന്താ പറയുക, വല്ലാത്ത മനസ്സിന് സാത്വികരായിട്ടാണ് അവർ നമുക്ക് ജീവിച്ചത്. അങ്ങനെ അവരൊക്കെ അല്ലേ, അവരുടെയൊക്കെ ഹൃദയത്തിലല്ലേ ശരിക്കും കൃഷ്ണൻ വസിക്കുന്നത്. അതെ അല്ലാണ്ട് എൻ്റെ അമ്മയുടെ ഹൃദയത്തൊക്കെ വന്ന് വസിക്കാൻ പോകും. കാരണം എന്താ, നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇല്ലേ അമ്മ? അതെ അതെ സ്വാർത്ഥതയുണ്ട് നമുക്ക്. ഒരുപാടുണ്ട്, അതില്ലാത്ത ഒരു മനുഷ്യന്മാരും ഇല്ല. പക്ഷേ ആ സ്വാർത്ഥതയ്ക്ക് മേലെ ഒരു ഭക്തി ഉണ്ടെങ്കിൽ, ഒരു ജീവിതമുണ്ടെങ്കിൽ, ആ ജീവിതം ഇങ്ങനെയും ജീവിക്കുക എന്ന് കാണിച്ചു തന്ന അവൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നത് ഒരു സംശയമില്ല. അവരൊക്കെയാണ് യഥാർത്ഥ കൃഷ്ണഭക്ത അല്ലേ. അത് മാത്രമല്ല, ഇത്രയോ ജനകോടികളുടെ മനസ്സിൽ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ, അത് അവർക്ക് അതൊരു വരദാനല്ലേ, അതല്ലേ ദൈവം അവർക്ക് കൊടുത്ത പുണ്യം. അല്ല, ഈശ്വരൻ വസിക്കുന്ന പോലെ തന്നെ അവൻ്റെ ഹൃദയത്തിലും അവർ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു അല്ലേ. അതെ അതെ ഈശ്വരൻ കണ്ടില്ലേ, ഈ ഭൂമിയിലുള്ള ഒരുവിധം ആൾക്കാരുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് പറയും പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിക്കാൻ പറ്റിയ അവരും ഈശ്വര തുല്യ. മരണമില്ലാതെ ജീവിക്കണമെന്ന് പറയും, മരിച്ചിട്ടും. ഇനിയൊക്കെ നമുക്ക് പറയാം, അവൻ്റെ ശരീരം നമ്മുടെ വിട്ടുപോയിട്ടുള്ളൂ. ആ ശബ്ദം ഈ ഭൂമിയുള്ള കാലം വരെ അല്ലേ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ എന്നാലും കേട്ടപ്പോൾ എവിടെയോ അവർ ഉണ്ട്, നമ്മുടെ അടുത്തില്ലെങ്കിലും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും അവരെവിടെയോ ഉണ്ട്. ജാനകിയമ്മ എവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സമാധാനമില്ലേ, അത് ഇല്ലാണ്ടായി എന്നൊരു ചെറിയ വിഷമം ആർക്കും ഉണ്ടാവില്ല. ചെറുതല്ല, ഏറ്റവും വലിയ വിഷമമാണ്. കാരണം എന്താ പറഞ്ഞാൽ എവിടെയോ ഉണ്ട്, അവർ നമ്മുടെ ആരുമല്ല, പക്ഷെ അവർ നമ്മുടെ എല്ലാമാണ്. ആ പാട്ടിലൂടെ അവർ നമ്മുടെ ഹൃദയത്തെ കീഴടക്കി. അപ്പോൾ അവരെവിടെയോ ഉണ്ട് എന്നുള്ളൊരു മനസ്സിലേത്, അത് ഒരു ദിവസം അവർ ലോകം വിട്ട് പോയി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലേ. അതൊരു വല്ലാത്തൊരു വിങ്ങലാണ് മനസ്സിൽ അല്ലേ. അയ്യോ അവരിനി ഇല്ലല്ലോ, ഇനി അവർ പാടില്ലല്ലോ, അങ്ങനെ ഒരു. പക്ഷെ അവർ ആ എത്രയോ പാട്ടുകൾ പാടി അവരിപ്പോഴും ജീവനോടെ ആ ശബ്ദത്തിലൂടെ നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട്. എങ്കിലും ഇല്ലാണ്ടായി എന്ന് പറയുന്നത് ഒരു ദുഃഖം തന്നെയല്ലേ, അത് ഉൾക്കൊള്ളുക തന്നെ വേണ്ടേ. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടപ്പോൾ. പിന്നെ മനസ്സിൽ ഓർത്തു, ഭഗവാനെ അവർക്ക് ഈ പുണ്യജന്മം നൽകിയല്ലോ നീ. എന്താ പറയുക, എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ അവർ വസിക്കാനും അവർ എത്രയോ തലമുറകൾ കഴിഞ്ഞാലും ആ ശബ്ദത്തിലൂടെ അവർക്ക് ജീവിക്കാനും കഴിഞ്ഞൊരു മഹാപുണ്യജന്മം അവർക്ക് നൽകിയ ആ ഭഗവാന് നന്ദി അല്ലേ. അത്രയും പുണ്യജന്മങ്ങൾക്ക് മാത്രമേ ആവാക ഒരു പുണ്യജന്മം കിട്ടും. അല്ലമ്മ, വേഷത്തിലും ശബ്ദത്തിലും സരസ്വതി, മുഖത്തിലൊരു ലക്ഷ്മി കടാക്ഷം അല്ലേ. ഹൃദയത്തിൽ ശ്രീകൃഷ്ണനും, മൊത്തത്തിൽ അവരുടെ അമ്പലമാണ് അല്ലേ. ഒരു പുണ്യതീരമാണ്. മനസ്സും കൊണ്ട് അവരെയും നമ്മളൊരു ദൈവസ്ഥാനത്ത് കാണാം അല്ലേ. കാരണം ഒരു ദൈവ സാന്നിധ്യമാണ് അവരെ എപ്പോഴെങ്കിലും അവൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അവർ പാടുന്ന ഒരു സന്നിവേശം കണ്ട് നമുക്ക് ചാനലൊന്ന് മാറ്റാൻ തോന്നില്ല. അതാണ് സംസാരമുണ്ട്, ഒരു ചെറിയ കുട്ടികളുടെ ശബ്ദമാണ് സംസാരിക്കുന്ന രീതിയൊക്കെ എന്ത് രസമറിയോ. നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരോട് അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിലേക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നും. പക്ഷേ എനിക്ക് അവരെക്കുറിച്ച് ഒരുപാട് പറയാനുള്ള അറിവോ അതിനുള്ള യോഗ്യതയോ ഒന്നുമില്ല. എങ്കിലും അവരോടുള്ള സ്നേഹം, അവരോടുള്ള ആരാധനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറയാം. അപ്പോൾ അപൂർവം മാത്രം ജനിക്കുന്ന ഇങ്ങനത്തെ എന്താ പറയുക പുണ്യജന്മങ്ങൾക്ക് വേണ്ടി 2 വാക്ക് പറയാൻ സാധിച്ചു തന്നെ ഒരു ഭാഗ്യമായി കരുതുന്നു അല്ലേ എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും നന്ദി ഉണ്ടാവട്ടെ. ബായ്.